തരൂരിന്റെ രാഷ്ട്രീയം കൂടുതൽ വ്യക്തമാവുകയാണ്. ആശയപരമായി പലപ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടിയിലെ പല നേതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനിതാ ഒരു കോൺഗ്രസുകാരൻ തന്നെയാണ്, അതിൽ നിന്നും ഒരു ഇഞ്ചു പോലും മാറ്റമുണ്ടായിട്ടില്ല എന്ന് തരൂർ തെളിയിക്കുകയാണിപ്പോൾ. മുരളീധരൻ 6 മാസം പണിയെടുത്ത് തിരുവനന്തപുരത്തിന്റെ മണ്ണും മനസ്സും പഠിച്ചുകൊണ്ടാണ് ശബരിനാഥ് അടക്കമുള്ള UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആ സ്ഥാനാർത്ഥികൾക്കെല്ലാം വേണ്ടി ഇന്ന് വോട്ട് ചോദിച്ചിറങ്ങിയിരിക്കുന്നത് സാക്ഷാൽ തരൂരാണ്. അതും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തരൂർ CPM-നെയും BJP-യെയും നേരിടുന്നത്. കഴിഞ്ഞ 45 വർഷമായിട്ട് ഒരേ ഒരു കൂട്ടർ മാത്രമാണ് ഈ നഗരസഭ ഭരിക്കുന്നത്. എന്നിട്ടും ഒരു മഴ വന്നാൽ വെള്ളപ്പൊക്കത്തിനൊരു കുറവുമില്ല. മാലിന്യങ്ങൾ കൂമ്പാരമായി കെട്ടിക്കിടക്കുകയാണ്. ആശുപത്രികളിൽ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ, അതൊന്നും ആരും കാണാതെ പോകരുത് എന്ന് അടിവരയിട്ട് തരൂർ പറഞ്ഞുകൊണ്ടാണ് ഈ നഗരസഭയെ രക്ഷിക്കാൻ UDF-ന് വോട്ട് കൊടുക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നത്. രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് തരൂർ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു കൊട്ടുകൂടിയാണിത്. ഒരിക്കൽ തരൂർ തങ്ങളുടെ ഭരണത്തിന്റെ വികസനത്തെ ഊന്നിപ്പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ പൊങ്കാലയിട്ട ടീമാണ് ഈ ഇടതുപക്ഷവും മന്ത്രി P. രാജീവുമൊക്കെ. അതുകൊണ്ട് തന്നെ തരൂരിനോട് ഏറ്റുമുട്ടാൻ ഇക്കൂട്ടർക്കാവുകയില്ല. എന്നാൽ അതേസമയം ഏറ്റവും കൂടുതൽ അടികിട്ടുന്നത് BJP സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരനാണ്. ഇത്തവണ 25% സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിൽ നിന്നും ചന്ദ്രശേഖരെ മോദിയും അമിത്ഷായും കേരളത്തിലേക്ക് കെട്ടിയിറക്കുന്നത്. അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് സകല നേതാക്കളെയും ഒരുമിപ്പിക്കുക, അങ്ങനെ അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കരുത്തു കാട്ടുക തുടങ്ങി ഒരു പറ്റം ദൌത്യവും ചന്ദ്രശേഖരന്റെ ചുമതലയിൽപ്പെടുത്തി. പക്ഷെ മലയാളിയാവാൻ ശ്രമിച്ച് മുണ്ടുമുടുത്ത് വേണ്ടിവന്നാൽ മുണ്ടു മടക്കാനും മലയാളത്തിൽ തെറി പറയാനുമൊക്കെ തനിക്ക് അറിയാമെന്നൊക്കെ PR-കാർ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ചെയ്തു കൂട്ടി എന്നല്ലാതെ ഒരു ചുക്കും സംഭവിച്ചില്ല. ഇന്നിപ്പോൾ BJP-യിൽ ചേർന്നതിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തത് 3 പേരാണ്. അവരൊക്കെ BJP-യിൽ ചേർന്നതിന്റെ പീഡന കഥകൾ എഴുതി വെച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതും. അച്ഛനോ അമ്മയോ സുഹൃത്തോ അയൽവാസിയോ ആരുമാകട്ടെ, അവരാ RSS-ഓ BJP-യോ ആണെങ്കിൽ അവരോട് യാതൊരു ബന്ധവും പുലർത്തരുത് എന്ന് വീഡിയോ വരെ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. ഈ കാര്യമൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് തരൂർ BJP-യെ തീർത്തുകിട്ടിയത്. ആ രംഗങ്ങളൊന്ന് കാണാം. 3 കേസ് എന്ന് പറഞ്ഞാൽ 2 മരണം, ഒന്ന് ശ്രമം. പക്ഷേ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടി വേണം. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഈ പേഴ്സണൽ ട്രാജഡിയിലൊന്നും രാഷ്ട്രീയം കളിക്കാത്തൊരു വ്യക്തിയല്ല ആണ് ഞാൻ. എൻ്റെ അഭിപ്രായത്തിൽ അന്വേഷണം നടക്കണം. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സൊക്കെ അവരുടെ കുടുംബക്കാരുടെ ഒപ്പമാണ്. എന്തൊരു നഷ്ടമാണ്. 3 പേരും യുവപേരാണ്. ഈ യുവ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാവർക്കും ദുഃഖം തോന്നും. നമ്മുടെ സാമൂഹ്യത്തിനകത്തന്നെ ഒരു മുറിയാണത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, രാഷ്ട്രീയമൊന്നും വേണ്ടെങ്കിലും നല്ലോണം അന്വേഷണം നടക്കണം. എന്താണ് ഫാക്ടേഴ്സ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്നിട്ട് എല്ലാ കേസിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് പിന്നെ നമുക്കൊരു ക്ലീൻ റിപ്പോർട്ട് പബ്ലിക്കിന് മുമ്പിൽ വെക്കേണ്ടത്. ഞാൻ അതിൽ ഇറങ്ങുന്നില്ല. എനിക്കറിയില്ല ഷാരിഖിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ. ഞാൻ ഈ ഒരു മനുഷ്യൻ മരിച്ചുപോയ ശേഷം ഞാൻ രാഷ്ട്രീയം കളിക്കുന്നില്ല. ഒരു കാര്യമേ പറയുന്നുള്ളൂ. സാധാരണ നമ്മൾ പറയും പ്രവർത്തകർക്ക് സംരക്ഷണം പാർട്ടി ഒരുക്കണം എന്ന് മറ്റൊരു സാഹചര്യത്തിലാണ് പറയുന്നത്. ഇപ്പം രാഷ്ട്രീയ ആക്രമണം നടത്തുമ്പോൾ, കൊലപാതകം നടക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, BJP-യുടെ നേതൃത്വം BJP-യിലെ തെറ്റായിട്ടുള്ള ഫോഴ്സുകളിൽ നിന്ന് പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് പറയുകയാണ്. അവരുടെ സാധാരണക്കാരുടെ പ്രവർത്തകരുടെ ജീവൻ, ഏത് രാഷ്ട്രീയമായാലും സാറ് പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിന്റെ ജീവനാണ്, ഒരാളുടെ ജീവനാണ്. ആ പ്രവർത്തകരുടെ ജീവൻ BJP തന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു അതിശയം തന്നെ. കാരണം എനിക്ക് വൈഷ്ണവ് നല്ലോണം അറിയാം. എൻ്റെ ഒപ്പം പ്രചരണത്തിൽ ഇറങ്ങിയൊരു കുട്ടിയാണ്. ആത്മാർത്ഥതയോടെ ഈ നഗരത്തിൽ പ്രവർത്തിച്ച് താമസിച്ച് രാഷ്ട്രീയം ചെയ്തൊരു കുട്ടിയാണ് KSUവിന്റെ അകത്ത്. എനിക്കത് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. കാരണം ആ കുട്ടിയുടെ താമസം ഈ നഗരത്തിൽ തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ കടലാസ് കളിയിൽ വല്ല ഇറഗുലാരിറ്റി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. ഈ കുട്ടി മുന്നോട്ടായിരുന്നു ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ സ്നേഹത്തിലും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ നമ്മൾ അപ്പീൽ ചെയ്യണം. ആ അപ്പീൽ ജയിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. പക്ഷേ ഒരു ഫെയർ ഹിയറിംഗ് വേണം ഞങ്ങൾക്ക്. ഈ കുട്ടി നല്ലോണം ഇവിടെ താമസത്തിന് ഇറങ്ങിയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് BJP അന്വേഷിക്കണ്ടേ? നിങ്ങൾ മാഫിയക്കാരെ മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നഗരസേവനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒക്കെ ചോദിക്കണം. അന്വേഷണം നടക്കണം. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വിഷയത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് 24 മണിക്കൂറും കൂടി ആയിട്ടില്ല. നമ്മളിങ്ങനെ രാഷ്ട്രീയം ചെയ്യണത് ശരിയല്ല. അന്വേഷണം നടക്കട്ടെ, പോലീസുകാർ അവർ ജോലി ചെയ്യട്ടെ. വേഷം നല്ലോണം അറിയാം. എൻ്റെ ഒപ്പം പ്രചരണത്തിൽ ഇറങ്ങിയൊരു കുട്ടിയാണ്. മുട്ടടയിലെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയായിരിക്കുകയാണ്. ഇതൊരു അതിശയം തന്നെ. കാരണം എനിക്ക് വേഷം നല്ലോണം അറിയാം. എൻ്റെ ഒപ്പം പ്രചരണത്തിൽ ഇറങ്ങിയൊരു കുട്ടിയാണ്. ആത്മാർത്ഥതയോടെ ഈ നഗരത്തിൽ പ്രവർത്തിച്ച് താമസിച്ച് രാഷ്ട്രീയം ചെയ്തൊരു കുട്ടിയാണ് KSUവിന്റെ അകത്ത്. എനിക്കത് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ.
കാരണം ആ കുട്ടിയുടെ താമസം ഈ നഗരത്തിൽ തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ കടലാസ് കളിയിൽ വല്ല ഇറഗുലാരിറ്റി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. ഈ കുട്ടി മുന്നോട്ടായിരുന്നു ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ സ്നേഹത്തിലും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ നമ്മൾ അപ്പീൽ ചെയ്യണം. ആ അപ്പീൽ ജയിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. പക്ഷേ ഒരു ഫെയർ ഹിയറിംഗ് വേണം ഞങ്ങൾക്ക്. ഈ കുട്ടി നല്ലോണം ഇവിടെ താമസത്തിന് ഇറങ്ങിയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ ഞങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. BJP വർക്കറുടെ സൂസൈഡ് നോട്ടിൽ ഇവരുടെ കാൻഡിഡേറ്റ് ആക്കിയത് ഈ മാഫിയ ബന്ധമുള്ളവരൊക്കെ പറയുന്നുണ്ട്. BJPയിൽ അങ്ങനെയൊക്കെയാണോ നടക്കുന്നതെന്നാണ്? അത് BJP അന്വേഷിക്കണ്ടേ? നിങ്ങൾ മാഫിയക്കാരെ മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നഗരസേവനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒക്കെ ചോദിക്കണം. അന്വേഷണം നടക്കണം. ഉന്നയിക്കുന്നുണ്ടോ? നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വിഷയത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് 24 മണിക്കൂറും കൂടി ആയിട്ടില്ല. നമ്മളിങ്ങനെ രാഷ്ട്രീയം ചെയ്യണത് ശരിയല്ല. അന്വേഷണം നടക്കട്ടെ, പോലീസുകാർ അവർ ജോലി ചെയ്യട്ടെ. പറയും. ശരി. അപ്പം എന്തായാലും ഞങ്ങളുടെ നഗരത്തിനെ സംരക്ഷിക്കുക എല്ലാവരോടും ഒരു അഭ്യർത്ഥന. നിങ്ങളുടെ മാധ്യമം വഴിക്ക് ശബരിയെ പോലെ ഒരു നേതാവ് നമുക്ക് ഈ നഗരത്തിൽ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ. പല അനുഭവവും ചെറുപ്പവും ഊർജ്ജവുമുള്ള സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ ഈ തവണ ഇറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ മാറ്റത്തിൻ്റെ സമയം വന്നിട്ടുണ്ട്. അതിനെ ആ മാറ്റം കൊണ്ടുവരാനുള്ള കഴിവുള്ള സ്ഥാനാർത്ഥികളും